അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ്. ഒരിക്കലും നമ്മൾ അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അഥവാ ബാങ്ക് ഇഖാമത്തിനിടയിലുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതൊരിക്കലും തട്ടപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതികമായ അതുപോലെ തന്നെ പാരത്രികമായ ലോകത്തെ വിജയങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതിനൊക്കെ വേണ്ടി റബ്ബിലേക്ക് കൈമലർത്തി യാചിക്കാൻ പറ്റിയ, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന സമയമാണ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള സമയമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദുആ, തീർച്ചയായും അള്ളാഹുവിനോട് നാം നടത്തുന്ന പ്രാർത്ഥന, അള്ളാഹുവിനോട് നാം നടത്തുന്ന ദുആ ലാ യുറദ്ദു, അതൊരിക്കലും തട്ടപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടാതിരിക്കില്ല. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് കൊടുത്തതിൻ്റെയും ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്ത് അള്ളാഹുവിനോട് നാം നടത്തുന്ന പ്രാർത്ഥന, അള്ളാഹുവിനോട് നാം നടത്തുന്ന നമ്മുടെ തേട്ടം തീർച്ചയായും അള്ളാഹു തആല സ്വീകരിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ അത് അള്ളാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫദ്ഉ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയണേ. പറയാൻ വേണ്ടി പറയപ്പെട്ട ബാങ്ക് ഇഖാമത്തിനിടയിലുള്ള സമയം നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണേ എന്ന് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത ഉടനെ നാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വസീല, ഫളീല എന്ന രണ്ട് സ്ഥാനങ്ങൾ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മുത്ത് ഹബീബിൻ്റെ ഷഫാഅത്ത്, വർസുഖ്നാ ഷഫാഅത്തുഹു യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ ആരുമാരും സഹായിക്കാനില്ലാതെ, ആരുമാരും നമ്മെ രക്ഷപ്പെടുത്താതെ ഓരോരുത്തരും അവൻ്റെ സ്വന്തം കാര്യം നോക്കുന്ന ആ അവസരത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി, അവിടുത്തെ സമുദായത്തിന് വേണ്ടി പ്രത്യേകം അള്ളാഹുവിൻ്റെ ഷഫാഅത്തിന് ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് ലഭിക്കാൻ ഈ പറയപ്പെട്ട സമയത്തുള്ള പ്രാർത്ഥന ഉപയോഗപ്പെടുത്താൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ വിഷയങ്ങൾ, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമയമാണ് ഈ പറയപ്പെട്ട ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. അതോടൊപ്പം നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടണം, മരിക്കുമ്പോൾ പരിപൂർണ്ണ ഈമാനോടെ മരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏതൊരു വിശ്വാസിയുടെയും അതിയായ ആഗ്രഹം. ആ നന്മയ്ക്ക് വേണ്ടി, അഥവാ നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടി പ്രത്യേകം നാം ഈ സമയത്ത് ദുആ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമായി നമുക്ക് വരുന്നുവോ അത് മുഴുവനും ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയം നഷ്ടപ്പെടുത്താതെ ദുആ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. ഇഖാമത്ത് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിസ്കരിക്കുന്ന അതേ പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന അതേ പ്രതിഫലം ലഭിക്കുന്ന ഈ പ്രധാനപ്പെട്ട സമയം അത് നാം നഷ്ടപ്പെടുത്താതെ നന്മകളിലായി, പ്രാർത്ഥനകളിലായി, ഖുർആനോത്തിലായി, മറ്റ് ഔറാദുകളിലായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.